എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഫീച്ചേഴ്സ് ഓഫ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈതൻ്റെ 2 വേർഷൻസ് ഡിസ്കസ് ചെയ്തു, പൈതൺ 2, പൈതൺ 3. പിന്നെ ഈ പൈതൺ 2ഉം പൈതൺ 3യും നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായൊരു പോയിൻ്റ് എന്തായിരുന്നു? സാധാരണഗതിയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ 2 വേർഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും സിൻറ്റാക്സും ഒക്കെ സിമിലർ ആയിരിക്കും, ഒന്ന് മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്നാൽ പൈതൺ 2ൻ്റെയും 3ൻ്റെയും കേസ് നമ്മൾ എടുത്തപ്പോൾ കണ്ട എന്താണ്, ഒരുപാട് ഡിഫറൻസസുകളുണ്ട്. അവ സിൻറ്റാക്റ്റിക്കലിയൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പൈതൺ 2 മോഡൽ ഒരിക്കലും പൈതൺ 3 ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പൈതൺ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഇൻട്രൊഡക്ഷനകത്തൊക്കെ പറഞ്ഞതാണ്. ഒരുപാട് യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. മാത്രമല്ല ഒരുപാട് അപ്രോച്ചസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ പൈതൺ എന്ന് പറയുന്നത്. Python provide many useful features which make it popular and valuable from other programming languages. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൈതൺ കൂടുതൽ പോപ്പുലർ ആവാനും വാല്യുബിൾ ആവാനും മാത്രം ഫീച്ചേഴ്സ് നമ്മുടെ ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഉണ്ട്. ഇറ്റ് സപ്പോർട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആൻഡ് പ്രൊവൈഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എക്സെട്ര. ഇതിനകത്ത് ഒരുപാട് അപ്രോച്ചസ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള അപ്രോച്ചസ് ഉണ്ട്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ അലൗഡ് ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ പൈതൺ ഇത്രയും പോപ്പുലർ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഈസി ടു ലേൺ ആൻഡ് യൂസ്. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ആർക്കാണ്? ബിഗിനേഴ്സിനാണ്. ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്നത് എങ്ങനെയാണ്? അവർക്കിപ്പോൾ ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് ഈസി ടു ലേൺ ആണെങ്കിൽ അവർക്കത് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല ഈസി ടു യൂസും ആണ്. അതിൻ്റെ സിൻറ്റാക്സ് ഒക്കെ അത്രയും സിമ്പിളാണ്. പിന്നെ കുറേ മൾട്ടിപ്പിൾ ലൈൻസ് ഒന്നും വരില്ല. ഏതൊരു പ്രോഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും കമ്പയറിങ് ടു അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. പൈതൺ ഈസ് ഈസി ടു ലേൺ ആസ് കമ്പയർ ടു അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈസി ടു ലേൺ ആണ്. ഇറ്റ്സ് സിൻറ്റാക്സ് ഈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് മച്ച് ദ സെയിം ആസ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിൻ്റെ സിൻറ്റാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സിൻറ്റാക്സ് ആണ്. മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ടൊക്കെ ഒരുപാട് സെയിം ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ദർ ഇസ് നോ യൂസ് ഓഫ് സെമികോളൻ ഓർ കേളി ബ്രാക്കറ്റ്. നമുക്കറിയാം നമ്മളിപ്പോൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് ബ്രേസസിനുള്ള ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ്, ബ്രാക്കറ്റിനുള്ള ഇമ്പോർട്ടൻ്റ്, സെമികോളനുള്ള ഇമ്പോർട്ടൻ്റ്, കോളൻ ഇമ്പോർട്ടൻ്റ് ഒക്കെ നമ്മൾ ആ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ ഇത്തരം കാര്യങ്ങളുടെ ഒന്നും യൂസ് വരുന്നില്ല. ആകെ വരുന്നത് ഒരു ഇൻഡൻറ്റേഷൻ ആണ്. കാരണം നമുക്ക് ഒരു കോഡ് ഓഫ് ബ്ലോക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മളുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് മസ്റ്റാണ്. ഇറ്റ് ഈസ് ദ റെക്കമെൻഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഈസി ടു ലേൺ ആയിട്ടുള്ള നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അടുത്ത പോയിൻ്റ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്. പൈതൺ ക്യാൻ പെർഫോം കോംപ്ലെക്സ് ടാസ്ക് യൂസിങ് ഫ്യൂ ലൈൻസ് ഓഫ് കോഡ്. ഇപ്പോൾ നമ്മൾ ജാവ പ്രോഗ്രാം എടുക്കാം, നമ്മളിപ്പോൾ ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കാം. അതൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഹലോ വേർഡ് ഒന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പോലും മൾട്ടിപ്പിൾ ലൈൻസ് ആവശ്യം വരും. എന്നാൽ നമ്മുടെ ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സിംപ്ലി ഒറ്റ ലൈൻ മതി, പ്രിൻറ്റ് ഹലോ വേൾഡ്. വേറെ സെമികോളനോ ബ്രാക്കറ്റോ ബ്രേസസ് ഒന്നും വേണ്ട. ജസ്റ്റ് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് ആ പ്രോഗ്രാം എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. എന്നാൽ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ആ സ്ഥാനത്ത് മൾട്ടിപ്പിൾ ലൈൻസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പൈതണെ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. നമുക്കറിയാം പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ് ഇതൊരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബൈറ്റ് കോഡായിട്ടാണ് ഇത് സേവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്ടബിൾ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് പ്ലാറ്റ്ഫോമിലും അത് യൂസ് ചെയ്യാൻ കഴിയും, ഒറ്റ കോഡ് തന്നെ യൂസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഇൻ്റർപ്രറ്റഡ് ആയതുകൊണ്ട് തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. The advantage of being interpreted language, it make debugging easy and portable. ഇങ്ങനെ ഒരു ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഡീബഗിങ് ഈസിയാണ്. അതുപോലെ തന്നെ ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആണ്. പിന്നെ വരുന്ന പോയിൻ്റാണ് ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ്.
Python can run equally on different platforms such as Windows, Linux, Unix, etc. So we can say that Python is a portable language. പൈതൺ ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, അതായത് വിൻഡോസിൽ, ലിനക്സിൽ, യൂണിക്സിൽ എക്സെട്ര അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇതിന് നമ്മളൊരു പോർട്ടബിൾ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. It enables programmers to develop the software for several competing platforms by writing a program only once. അതായത് നമ്മളൊരു പൈതൺ പ്രോഗ്രാം ഒരിക്കൽ ചെയ്തുകൊണ്ട് തന്നെ അത് എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ മാത്രം പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പറയാനുള്ള പോയിൻ്റാണ് പൈതൺ ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമുക്കതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പൈതൺ ഈസ് ഫ്രീലി അവൈലബിൾ ഫോർ എവരി വൺ. ആർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഈസി ടു ലേണും ആണ്. അതുകൊണ്ട് തന്നെ ആർക്കും പോപ്പുലറായിട്ട് മാറുന്നതും അതുകൊണ്ടാണ്, ഇത്രയും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതും അതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ഫ്രീലി അവൈലബിൾ ഓൺ ഇറ്റ്സ് ഒഫീഷ്യൽ വെബ്സൈറ്റ് www.python.org. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. It has a large community across the world that is dedicatedly working towards make new Python modules and functions. പൈതൻ്റെ പുതിയ മൊഡ്യൂൾസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ വേൾഡ് അക്രോസ് ആയിട്ടുള്ള ലാർജ് കമ്മ്യൂണിറ്റീസ് തന്നെ ഇന്നുണ്ട്. എനിവൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ പൈതൺ കമ്മ്യൂണിറ്റി. ആർക്ക് വേണമെങ്കിലും അവരുടെ കൺസെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ആണ്. എനിവൺ ക്യാൻ ഡൗൺലോഡ് ഇറ്റ്സ് സോഴ്സ് കോഡ് വിത്തൗട്ട് പേയിങ് എനി പെനി. നമുക്കൊരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഈ ഒരു സോഴ്സ് കോഡിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും, യൂസ് ചെയ്യാനും കഴിയും, നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കഴിയും എന്നുള്ളതൊക്കെയാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത. ഇനിയും കുറച്ച് കൺസെപ്റ്റുകളും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഫീച്ചേഴ്സ് ഓഫ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ പൈതൺ പ്രോഗ്രാമിങ്ങിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളതും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളതും. നമുക്കറിയാം ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരുപാട് ക്വാളിറ്റീസ് കാരണം തന്നെയാണ് പൈതൺ ഇന്ന് ഇത്രയും പോപ്പുലറായിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫീച്ചർ ഡിസ്കസ് ചെയ്തതാണ് ഈസി ടു ലേൺ ആണ്, ഈസി ടു യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നീട് വന്നത് ഇതൊരു എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ ജാവക്കകത്തും സിക്കകത്തൊക്കെ മൾട്ടിപ്പിൾ ലൈൻസ് വെച്ച് ചെയ്യുന്ന കോഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പൈതണിലൊരു സിംഗിൾ കോഡ് അല്ലെങ്കിൽ വളരെ ലെങ്ത് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ കോഡിങ് ചെയ്യാൻ കഴിയും. അതിലൂടെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. പിന്നെ വരുന്നത് ഇത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇൻ്റർപ്രറ്റഡ് ആയതുകൊണ്ട് തന്നെ ഡീബഗിങ് ഈസിയാണ്, പോർട്ടബിൾ ആണ്, നമുക്ക് എക്സിക്യൂഷനൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാനും കഴിയും. പിന്നെ വരുന്നത് ഇതൊരു ക്ലോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. അതായത് ഒരു ഒറ്റ കോഡ് വെച്ചിട്ട് നമുക്ക് വിൻഡോസിലും എക്സിക്യൂട്ട് ചെയ്യാം, ലിനക്സിലും യൂണിക്സിലും എക്സെട്ര എല്ലാത്തിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഓർ ഫീച്ചർ. പിന്നെ വരുന്നത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. നമുക്കിതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ കൺസെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഒരു രൂപ പോലും ചിലവില്ലാതെ ആർക്കും ഈ ഒരു സോഴ്സ് കോഡിനെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് നമ്മൾ ഫീച്ചേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.